രാജ്യരക്ഷ അവാർഡാണ്. അത് വിനയനും PC ചാക്കോ അവറുകളും ചേർന്നാണ് കൊടുക്കുന്നത്. പ്രശസ്തി പത്രവുമുണ്ട്. അടുത്തത് കലയിൽ നിന്നല്ലാത്തതിനൊരു അവാർഡാണ്, ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അവാർഡാണ്. അത് നമുക്കറിയാം, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കോഴിക്കോട്ടുകാരനായ ശ്രീ മുരളി ചേളാരിക്കാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് കലാകാരന്മാർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ശ്രീ മുരളി. അദ്ദേഹത്തിന് നിറഞ്ഞ കൈയടി പോലെ. അടുത്തതായി നമുക്ക് അവാർഡ് നൽകുന്നത് സീരിയൽ നടൻ, സീരിയലിന്റെ മമ്മൂട്ടി എന്നറിയപ്പെടുന്ന ഷാനവാസിനെ ക്ഷണിക്കുന്നു. ഒരുപാട് സീരിയൽ നായകനായിട്ടുള്ള ഏറ്റവും മികച്ച നടി സീരിയൽ അവാന്തികയെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു ഈ അവാർഡ് സ്വീകരിക്കുവാൻ. പുതിയ സീരിയലിൽ ഏറ്റവും നല്ല വേഷം ചെയ്യുന്ന താരമാണ് അവാന്തിക. അടുത്തായി നമ്മുടെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ടിനിട്ടോ കലാരംഗത്ത് നൽകിയ ഒരുപാട് ടിനിട്ടോൺ ആദ്യമായിട്ട് മിമിക്രി പ്രൊഫഷണലായിട്ട് കളിക്കുന്നത് എൻ്റെ ട്രൂപ്പിലാണ്. അങ്ങനെ കൂടി ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് മലയാള സിനിമയിലും കലാരംഗത്തുമൊക്കെ നിറ സാന്നിധ്യമാണ്. നല്ലൊരു കൈയടി. അടുത്തായിട്ട് നമ്മൾ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ടെസ്നിഖാൻ സ്റ്റാർ ഓഫ് ദി ഇയർ എല്ലാ വർഷവും അവാർഡ് സ്വീകരിക്കാൻ എത്തുന്ന നമ്മുടെ പിഷാരടി സ്റ്റാർ ഓഫ് ദി ഇയർ 4 വർഷമായിട്ട് പുള്ളി തന്നെയാണ്. എന്നുവെച്ചാൽ മീഡിയകളിൽ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ആള്. അതാണ്. ആദ്യം തന്നെ നന്ദി പറയേണ്ടത് മമ്മി സെഞ്ചുറിക്കാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് പ്രൊഫഷണലായിട്ട് സ്റ്റേജിൽ നിർത്തിയത് മമ്മിക്കാണ്, കൈനീട്ടം തന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മണിച്ചേട്ടന്റെ പരിപാടി അനുശോചന യോഗം അല്ലെങ്കിൽ ആദരാഞ്ജലി അർപ്പിക്കുന്ന യോഗം ഗംഭീരമായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് അവകാശമുള്ള 3 വ്യക്തികളാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന് KS പ്രസാദ് കലാപോലെ കൊണ്ടിരിക്കുകയും മമ്മി സെഞ്ചുറി വിദേശത്ത് കൊണ്ടുപോവുകയും വിനയൻ സാറ് സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മിമിക്രിക്കാരുടെ പ്രസിഡന്റ് ആയിരുന്നു കലാഭവൻ മണി. അപ്പം ഞങ്ങളുടെ സംഘടന ഉണ്ടാക്കിയപ്പോൾ ആദ്യം വിളിക്കണമെന്ന് പറഞ്ഞൊരു സംവിധായകൻ വിനയൻ സാറാണ്. കാരണം ഒരുപാട് മിമിക്രിക്കാർക്ക്, ഇപ്പം ഞാനാണെങ്കിലും പിഷാരടി ആണെങ്കിലും കോട്ടയം നസീറിനും കലാഭവൻ മണിക്കും ഒരുപാട്, ഇപ്പം സെന്തിലടക്കം ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ മിമിക്രിക്കാർക്ക് അവസരം കൊടുത്തൊരു സംവിധായകനാണ് വിനയൻ സാറ്. അതിൽ ജയസൂര്യ അതുപോലെ തന്നെ. അപ്പൊ ടെസ്നിഖാന്റെ വേഷം തന്നിട്ടില്ലല്ലേ? പിന്നെ ഞാൻ ആകാശഗംഗയിൽ അഭിനയിച്ചു. പിന്നെ സാറിന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിൽ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡയറക്ടേഴ്സിനെ പോലെയല്ല, ഭയങ്കര നമുക്ക് ചാൻസ് തന്നാലും തന്നില്ലെങ്കിലും സാർ ഭയങ്കര സ്നേഹമാണ് നമ്മളോടൊക്കെ. ഭയങ്കര എവിടെ വെച്ച് കണ്ടാലും വിശേഷം ചോദിക്കുക, എന്നൊരു കുടുംബം പോലെയാണ് സാറ്. സാറിന്റെ അറിഞ്ഞിട്ട പേരാണ് വിനയൻ സാറിന്. വിനയമുള്ളൊരു സാറ് തന്നെയാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക്. അതുപോലെ സാധാരണ മമ്മി സെഞ്ചുറി എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളിവിടെ വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എവിടെയാണെങ്കിലും, ഞാനും പിഷാരടിയും ഇതിന് ഫിലിം ഫെയർ അവാർഡ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഞങ്ങൾ എവിടെയാണെങ്കിലും ഓടിയെത്താറുണ്ട്. സംസ്ഥാന അവാർഡിനേക്കാൾ വലുതായിട്ട് കാണുന്നതാണ്. പക്ഷെ ഇന്ന് മമ്മിക്ക് തന്നെ നമുക്കൊരു പരിപാടി ഏൽപ്പിച്ചു തന്നത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പരിപാടിയുടെ ഇടയിൽ നിന്നാണ് ഞങ്ങൾ ഓടി വരുന്നത്. അപ്പൊ രണ്ടും മമ്മിക്കയുടെ പരിപാടിയാണ്. അപ്പോൾ അതിനിടയിലും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് തുടർന്നുകൊണ്ട് പോവുക. എല്ലാ വർഷവും ഞങ്ങൾക്ക് അവാർഡ് വേണം, ഞങ്ങൾ വരും. ബിനിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഏറ്റവും അവകാശമുള്ള ആളുകളാണ് ഇത് നടത്തുന്നത്. ഈ പരിപാടിയുടെ
മൂല്യം ഇതിന്റെ വേദിയുടെ വലിപ്പത്തിലോ സദസ്സിന്റെ വലിപ്പത്തിലോ ഒന്നുമല്ല, ഇവിടെയുള്ള ആളുകളുടെ ഒരു മനസ്സിന്റെ വലിപ്പത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. സമയത്തിന്റെ മൂല്യം ടിനിച്ചേട്ടൻ പറഞ്ഞതുപോലെ മനസ്സിലായിക്കൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. വിനയൻ സാറുടെ പ്രസംഗം എപ്പോഴും നമ്മുടെ സിനിമയെക്കുറിച്ച് അറിഞ്ഞ് കേട്ട് തുടങ്ങുന്ന കാലം തൊട്ട് അദ്ദേഹം പലപ്പോഴും കൃത്യമായ നിലപാടുകൾ എടുക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ സദയമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തമാശയിലൂടെയാണെങ്കിൽ പോലും ഇപ്പോൾ പലപ്പോഴും എത്ര തമാശയായിട്ട് നമ്മൾ നർമ്മം കലർത്തിയാണ് വിമർശനങ്ങൾ പറയുന്നതെങ്കിലും തിരിച്ചു വരുന്ന ആക്രമണങ്ങൾക്ക് അങ്ങനത്തെ നർമ്മത്തിന്റെ യാതൊരു സ്വഭാവവും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. എങ്കിലും അങ്ങിങ്ങായെങ്കിലും എല്ലാം ചില സ്വരങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു സന്തോഷം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഏറ്റവും പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ അനുസ്മരണ ചടങ്ങിലേക്ക് മമ്മിക്ക് എല്ലാ തവണയും വിളിക്കുന്നതും ഒപ്പം എല്ലാവരും മമ്മിയെ പറ്റിയുള്ള ഓരോ ഓർമ്മകൾ പറഞ്ഞതുകൊണ്ട് ഇന്നും നിരോധിച്ച 2 500 നോട്ട് എൻ്റെ ഇരിപ്പുണ്ട്. വേറെ ആരുടെയും കൈ കാണാൻ വഴിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിനിമ എന്നൊരു പേരിൽ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ട് ഒരു അഡ്വാൻസ് തന്നത് മമ്മിക്ക് 2 500 നോട്ട് ഒരു കവറിലിട്ട് തന്നു. അത് ചെലവാക്കിയില്ല, അന്ന് എടുത്തു വെച്ചിട്ടുള്ളൂ. നിരോധിച്ചെങ്കിൽ ആ 500 നോട്ട് ഇപ്പോഴും എൻ്റെ ഉണ്ട്. അല്ല, കള്ളനോട്ടല്ലോ അത്. അതുപോലെ തന്നെ ഇന്നിപ്പോ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഇന്ന് മനോരമയിലും അതിന്റെ ഗുഹ നിർമ്മിച്ച ഒരു അജയൻ ചാലിശ്ശേരിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ വാഴ്ത്തപ്പെടേണ്ട ഒരു പടമായിരുന്നു ഞാൻ വിനയൻ സാറിനോടൊപ്പം അഭിനയിച്ച 19-ാം നൂറ്റാണ്ട്. ഒരു ഗുഹ മാത്രമല്ല, ഒരു കപ്പലും ഒരു കൊട്ടാരവും വളരെ ഗംഭീരമായിട്ട്. പക്ഷെ മനഃപൂർവ്വം പലരും മറക്കുകയായിരുന്നു. തൻ്റെ അടുത്തോടെ പറയണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാണ്. അജയൻ ചാലിശ്ശേരി ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ ആ സിനിമ 19-ാം നൂറ്റാണ്ടിൽ കണ്ടതല്ലേ. അതില് ഒരു നൂറ്റാണ്ട്, ആ 19-ാം നൂറ്റാണ്ട് ആ സിനിമ മുഴുവൻ ചെയ്തിരിക്കുന്ന അജയൻ ചാലിശ്ശേരിയെ കണ്ടപ്പോൾ ഇപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. എന്തായാലും എന്തായാലും അംഗീകരിക്കപ്പെടും, സാവധാനമാണെങ്കിലും അംഗീകരിക്കപ്പെടും, അത് യാതൊരു സംശയമില്ല. വിനയൻ സാറിന് ഒരുപാട് ഇപ്പൊ അതിന് സംഗീതത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെങ്കിലും പലതും കിട്ടേണ്ടതായിരുന്നെങ്കിലും പല കാര്യങ്ങൾക്കും അതിൽ കിട്ടേണ്ടതായിരുന്നു. അത് ഇപ്പൊ ഇടതുപക്ഷത്തൂടെ സന്തത സഹചാരിയാണെങ്കിൽ ആ വേദന ഉറക്കെ വിളിച്ചു പറയാനുള്ള തന്റെ ഇടവും കാണിച്ചു. പ്രത്യേകിച്ച് പി സി ചാക്കോ സാറൊക്കെ അത് കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുത്തണമെന്നും കൂടി അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന നിലയിൽ തന്നെ. അപ്പൊ ഇനിയും അത്ഭുതങ്ങൾ കാണിക്കാന്നുള്ളതാണ് അവിടെ നിൽക്കുന്നത്. അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അത്ഭുതങ്ങൾ അംഗീകരിക്കപ്പെടണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് കൂടെ പറയുന്നു. നമുക്കിനി സോഷ്യൽ മീഡിയയുടെ ഒരു അവാർഡാണ്. അത് ഹൈദറിനാണ് അവാർഡ്. ഹൈദറിനോട് പിന്നെ സംഗീത ലോകത്ത് പ്രശസ്തരായ ലക്ഷ്മണൻ, പ്രീതി രാമചന്ദ്രൻ, 2 പേര് സ്റ്റേജിലോട്ട് വന്നു. അടുത്തത് റഫീഖ് ചൊക്ലി, സഹബ്, സഫ്ന, 2 പേര്. സംഗീത ലോകത്ത് സമഗ്ര സംഭാവനക്കാണ് പ്രീതക്ക് അവാർഡ്. അടുത്ത ലക്ഷ്മണൻ, കഴിഞ്ഞ 50 വർഷക്കാലമായി സംഗീത ലോകത്ത് പ്രശസ്തി ആർജിച്ച മുഹമ്മദ് റാഫിയുടെ പാട്ടുകളൊക്കെ ഇന്നും മനോഹരമായി പാടുന്ന മുൻ ISRO ഉദ്യോഗസ്ഥനായിരുന്ന ലക്ഷ്മണൻ ചേട്ടനാണ് ഈ അവാർഡ് നൽകുന്നത്. റഫീഖ് ചൊക്ലി, സജീവ് മൂവാറ്റുപുഴ, കലാരംഗത്ത് നൽകിയ സമഗ്ര സംഭാവന. ജുവൽ ബോബി, എന്നെ പോകാൻ ഞാൻ വേറൊരു ഫംഗ്ഷന് പോകണ്ട, പിടിച്ചെടുത്ത് കേട്ടോ. ഓക്കെ, സജീവ ജുവലിനും കലാരംഗത്ത് നൽകിയ സമഗ്ര സംഭാവന. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എല്ലാം കൊണ്ടും. പിന്നെ സോഷ്യൽ മീഡിയ താരം സജീവ്. സഹദ് കറിവാ, വിനയന്റെ ഇന്നെ അവാർഡ് മേടിക്കണം എന്നുള്ള ഒരാളെ. ഐമൽ സാജൻ, സുരേഷ് മാഞ്ഞാലി, സജീവ്.
ഈ പിള്ളേർക്ക് രണ്ടുപേർക്ക് കൊടുക്കണം. സഹദ്, സഹദ് വാ, സഹദിന്റെ കൊടുക്കും, വിനയന്റെ കൊടുക്കും. സഹദ്, സപ്ന, സപ്ന, അയ്മനത്തിനോട് കൂടി വാർത്തയൊക്കെ എത്തിച്ചേരുന്നു. വാർത്തയ്ക്ക് എതിരായിട്ട് എഴുതും. നാലയുടെ മാലം എത്തിയിട്ടുണ്ടോ? വരൂ മാലം ഇല്ല. വിവേക് മുഴക്കുന്ന് സുരേഷ് മാഞ്ഞാലി കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ അവാർഡാണ്. നിമിഷ എത്തിയിട്ടുണ്ടോ? ഓടിവാ നിമിഷ. ബിജു, റഫീഖ് ചൊക്ലി വാങ്ങിച്ചില്ലേ? അയ്യോ അതേ റഫീഖിനും കൂടെ കൊടുക്ക്. റഫീഖ് വാ. റഫീഖ്, നിമിഷ വന്ന് വാങ്ങിക്കൂ. ആ നിതീഷ വാ. അതുകൊണ്ട് രണ്ട് പെൺപിള്ളേർക്കോട് കൊടുക്കും. നിതീഷ കൊടുക്കൂ. നിമിഷ കൊടുക്കൂ. നിമിഷ കൊടുക്കെങ്കിൽ അത് നിതീഷ പറയുക. നിതീഷ അതെ നിമിഷ ഇത് കൊടുക്കട്ടെ. ഇതാദ്യം എടുത്ത് വെച്ചു. രമേശ അതിൻ്റെ അവിടെ കൊടുത്ത് തൽക്കാലം ഇത് മാറ്റി എന്ത് ഇത് കൊടുത്ത് അത് കൊടുക്ക എന്നിട്ട് മാറ്റി കൊടുക്കുക. മറന്നു. മോൻ വാ. അയ്യോ വാ.